ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ അവിടെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഇന്നൊരു ഓഫ് റോഡ് പോകാമെന്ന് വിചാരിച്ച് രാവിലെ ഒന്ന് ഫ്രഷൊക്കെ ആയി. അപ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു വൈബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളെ നിഹാദ് ബ്രോനെ വിളിച്ചു. നിങ്ങൾക്ക് നിഹാദ് ബ്രോനെ അറിയില്ല അല്ലേ? സോ നമ്മളെ ഗെയിം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇനി കുറച്ച് വീഡിയോയിലൊക്കെ നമ്മൾ നിഹാദ് ബ്രോ ഉണ്ടാവും. അപ്പം ഇന്ന് നിഹാദ് ബ്രോയിൻ്റെ കൂടെ നമ്മൾ ഒരു ഓഫ് റോഡ് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് നമ്മൾ LC ആയിരുന്നു എടുക്കേണ്ടത്. പിന്നെ ഇന്ന് നമ്മൾ റൂബിക്കോൺ എടുത്തു. എന്താ അറിയില്ല, ഒരു ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, അതല്ല ഒരു വൈബ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതിറക്കി, റൂബിക്കോണൊക്കെ അങ്ങനെ ഇറക്കി. പിന്നെ ഈ റൂബിക്കോണിനെ കൊണ്ട് എന്ത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ LC ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആടി കളിക്കും. പക്ഷേ ഈ റൂബിക്കോൺ അങ്ങനെയല്ല ഗൈസ്. നമുക്ക് ഞാൻ ഓടിച്ചിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ്, ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അപ്പം ഞാനാണോ ഒന്ന് തിന്നിട്ടില്ല ഗൈസ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ അതല്ല, ഇപ്പോൾ ഗ്യാസൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഗ്യാസൊന്നും കിട്ടാൻ നല്ല പാടാണ്. പിന്നെ അടുപ്പാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഫ്ലാറ്റ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് ഞാനിപ്പോൾ നമ്മൾ ഡോണറ്റിൽ എന്നാണ് ഭക്ഷണം കഴിക്കണേ. അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വയറിന് എന്താവും അറിയില്ല, നമ്മൾ ഭക്ഷണം കഴിക്കണ അനുസരിച്ച്. ഓക്കെ, നമ്മളിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിലിരിക്കണം കേസ്. ഏതാല്ലേ, എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടാണോ അറിയില്ല, ഈ ബ്ലാക്ക് കളറാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കുറേ ഫുഡുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്നിപ്പോൾ എന്ത് വാങ്ങാനാണ് കേസ്. ഞാൻ എന്തായാലും ഫുഡ് ഒന്ന് ഓർഡർ ചെയ്തിട്ട് വരാം. ഓക്കെ കേസ്, ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓൺ അടിക്കുന്ന സൗണ്ട് കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ ആരാണ് കേസ് നല്ല പരിചയമുള്ള വണ്ടി കിട്ടും. നമ്മൾ നിഹാദ് ബ്രോ ആണോ? അല്ലേ, നിഹാദ് ബ്രോ ഓൾഡ് LC ആയിട്ടല്ലേ വരും എന്ന് പറഞ്ഞ്. ഇതിപ്പോൾ എന്താ ഈ താറ്? ഇത് നിഹാദ് ബ്രോ ആണ്. ആ കേസ്, അതെ നിഹാദ് ബ്രോ ആണ്. പക്ഷേ ഇവനല്ല പറഞ്ഞ ഓൾഡ് LC ആയിട്ട് വരാമെന്ന്. ഇതെന്താ കേസ്, ഇവൻ ഈ വണ്ടി ആയിട്ട് വന്നിരിക്കണേ? എന്തായാലും നമുക്ക് ഇവനോട് ചോദിച്ചു നോക്കാം. അല്ല നിഹാദ്, നീയല്ല പറഞ്ഞത് നീ ഓൾഡ് LC ആയിട്ട് വരികയെന്ന്, പിന്നെന്തിനാ ഈ താറായിട്ട് വന്നത്? അതിന് പേര് ബ്രോ, ഞാൻ ഓൾഡ് ഹെൽസ് എടുക്കാൻ വിചാരിച്ച് ഗ്യാരേജിൽ എടുത്ത വണ്ടി ഓഫായി പോയത്. നോക്കിയപ്പോഴാണ് വണ്ടിൻ്റെ എഞ്ചിൻ എന്തോ കംപ്ലൈൻ്റ് ആയി. അങ്ങനെ അത് ഞാൻ കൊടുത്തു. അവിടെ കൊടുത്തപ്പോഴാണ് എനിക്കൊരു ഓർമ്മ ഗ്യാരേജിൽ ഇതിൻ്റെ താഴുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വിചാരിച്ച് ഞാൻ അതെടുക്ക് കൂട്ട് പോകണം. അല്ല, നിൻ്റെ സൗണ്ടിൽ എന്താണ് ഒരു വ്യത്യാസം? ഇതുവരെയായിട്ടും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അതുമാത്രമല്ല, നീ പറയണതൊന്നും എനിക്ക് അത്ര വ്യക്തമാണല്ല. അറിവിൻ്റെ പേര് ബ്രോ, അറിവിനെ എനിക്ക് ബ്രോയ്ക്ക് അറിയാലോ എൻ്റെ കഴിവുകളെ. എനിക്ക് ആരുടെ സൗണ്ട് വേണമെങ്കിലും വെക്കാം. വേണമെങ്കിൽ ഞാൻ മോഹൻലാലിൻ്റെ സൗണ്ട് വെക്കും, വേണമെങ്കിൽ ഞാൻ മമ്മൂട്ടിൻ്റെ സൗണ്ട് ആക്കും, വേണമെങ്കിൽ ഞാൻ. അയ്യോ, ഇനി മിണ്ടണ്ട എൻ്റെ പൊന്നോ. ഇവൻ്റെ വായിലുള്ളത് കേട്ട് മതിയായി ഗൈസ്. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്? എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ മതി, അപ്പം തുടങ്ങിക്കോളും. പിന്നെ ഇങ്ങനെ കലബല തുടങ്ങിക്കോളും. അല്ല, നമുക്ക് വഴി തെറ്റി ഗൈസ്. ഓക്കെ, അപ്പം നമ്മളപ്പോൾ അവിടെ വെച്ച് നിർത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ ഓഫ് റോഡിൻ്റെ അങ്ങോട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് കാണാം. അങ്ങനെ കേസ് കുറച്ച് നേരത്തിന് ശേഷം നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിഹാദ് ബ്രോ ആണ് മുമ്പ് പോണത്. ഇവന് എന്തോടെ ഇങ്ങനെയൊക്കെ പറപ്പിക്കുക, ഒരു താറാണ്. എടാ, അവൻ ചാടി. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു. ഓക്കെ, അവന് എന്തോ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല, അവൻ ആയിക്കൂടി വഴിയെന്ന് വിചാരിച്ചിട്ട് അവൻ ചാടിയത്. എന്തായാലും അവൻ തിരിച്ച് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് കൂടെ പോവാം. ഓക്കെ ഗൈസ്, ഞാനൊന്ന് റിപ്പയർ ചെയ്തിട്ട് നമ്മളെ വണ്ടി ഒന്നിട്ട് ചതങ്ങി കിടക്കുകയാണ്. ഓക്കെ, ഞാനൊന്ന് റിപ്പയർ ചെയ്യാം. അവനെ കാണാനില്ല ഗൈസ്, അവനിപ്പോൾ വരുമായിരിക്കും. ഞാൻ അവനെ കാത്ത് നിൽക്കാം. എന്തായാലും ഞാനത് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അയ്യോ അല്ലേ, ഫ്രണ്ട് ഗിയർ ഇട്ടെന്ന് വിചാരിച്ച് നേരെ എടുത്തു. ഇതൊക്കെ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിൽ എപ്പോഴും ഉള്ളതാണ്. എന്ത് ചെയ്യാനല്ലേ, നമ്മൾ വലിയ പ്രൊഫഷണൽ ഡ്രൈവറായിപ്പോയി. ഇതെന്ത് കേസ് കയറത്തെ? ഓ, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ. അപ്പം എനിക്കിത് നേരം വഴി റോഡാക്കിയാൽ പോരെ, വെറുതെ മനുഷ്യന്മാരെ മെനക്കെടുത്താനായിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുക. നമ്മളെ ബാക്കിൽ വരുന്നുണ്ട്. നമുക്കൊരു ഷോർട്ട് കട്ട് എടുത്താലോ ഗൈസ്, അതായിരിക്കും നന്നാവുക. വെറുതെ ഈ വഴി കൂടെ പോകണതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ല, നമുക്ക് ഷോർട്ട് കട്ട് എടുക്കാം. ഗൈസ്, ഇവിടെ നമുക്ക് ഈ ഒരു മല അങ്ങ് കയറ്റിയാലോ ഗൈസ്, എന്ത് പറയുന്നു? എന്തായാലും അവ ചിലപ്പോൾ നമ്മളെ പിന്നാലെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഈ മല കയറ്റിയാലോ? ഓക്കെ ഗൈസ്, ഞാൻ ഈ മലയൊന്ന് കയറ്റി നോക്കട്ടെ. നമ്മൾ റൂബിക്കോൺ ഈസി ആയിട്ട് കയറും. നമ്മൾ റൂബിക്കോണല്ല ആള്. എടാ, ഇത് ഈസി ആയിട്ട് കയറിയടാ.
ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നമ്മൾ എൽസിനെക്കാട്ടിയും ബെറ്റർ ആവാൻ ഇതെന്താടാ അതാ പോണു വല്ല ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ വണ്ടീൻ്റെ മണ്ടയ്ക്ക് പോയി കിടക്കാൻ അതവിടെ പോയി ഇതൊന്ന് നിൽക്കുമോ കുടുങ്ങി എനിക്കിങ്ങനെയാണ് ആരെങ്കിലൊക്കെ ഇങ്ങനെ വീണ കണ്ട അവിടെ ഞാൻ നോക്കിക്കും ആളെന്തായിട്ട് പോയിട്ടുണ്ട് ടെലിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനെന്തായാലും ഇത് കൂടെ കയറട്ടെ ഓക്കെ അവനെവിടെ ഈ അവനെ കാണാനില്ല എടാ ഇവൻ ടെലിപ്പോർട്ട് അടിച്ചപ്പോൾ അവിടെ നിന്നല്ലേ വന്നേ ഇവൻ അവിടെ നിന്നല്ല വന്ന് അയ്യോ അതാ വരുന്നത് ആ വെസ്റ്റ് നീ അവിടെ പോയിരിക്കുന്നോടാ അതിന് വേണ്ടി ബ്രോ ഞാൻ ടെലിപ്പോർട്ടടിച്ചപ്പോൾ വേണ്ടി ഒരു കണ്ടത്ത് പോയി നിന്ന് അവിടെ നിന്ന് വോട്ട് ചെയ്യണം എന്തായാലും എൻ്റെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് സ്കിൽ എങ്ങനെയുണ്ട് അങ്ങനെ ആരെങ്കിലും അറിയാൻ കഴിയുമോ പറ ഇനി ഞാൻ മിണ്ടണമെങ്കിൽ നിൻ്റെ മര്യാദയ്ക്ക് ഈ സൗണ്ട് എടുത്ത് മാറ്റിക്കോ നിൻ്റെ പഴയ സൗണ്ട് ഇങ്ങോട്ട് പറഞ്ഞോ നിൻ്റെ കുറേ നേരം ഞാൻ സഹിക്കണം നിൻ്റെ ഈ സൗണ്ട് എനിക്ക് ഈ സൗണ്ടൊന്നും മനസ്സിലാവണില്ല നീ പറയണ ഒരു അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല ഇപ്പം നീ ലാസ്റ്റ് എന്താ പറഞ്ഞാൽ പറ ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് നിൻ്റെ സൗണ്ട് നീ മാറ്റിയിട്ട് നീ എന്നോട് മിണ്ടിയാൽ മതി അല്ലെങ്കിൽ നീ മിണ്ടണ്ട ശരി ഞാനതാ മാറ്റി പോരെ പിന്നെ എന്തെങ്കിലും സൗണ്ടൊക്കെ മാറ്റണമെങ്കിൽ എന്നെ തന്നെ വിളിച്ചാൽ മതിട്ടോ ഞാൻ ഓടിയെത്താം ഞാൻ ഇത് കൂടെ കയറിയിട്ട് വരാം ഞാനൊരു സത്യം പറയട്ടെ മോനെ നീ നേരത്തെ പറയുമ്പോൾ നല്ലൊരു വയസ്സ് കൂടിയ മാതിരിയായിരുന്നു പക്ഷെ ഇപ്പം നീ സംസാരിക്കുമ്പോൾ ചെറിയ കുട്ടികളെ മാതിരി അയ്യോ ഞാൻ അതാ പോയി വേദു ബ്രോയ്ക്ക് അത് വേണം എന്നെ പുച്ഛിച്ചതല്ലേ എൻ്റെ സംസാരം കണ്ടിട്ട് അണ്ണനെ പുച്ഛിച്ചതല്ലേ അത് വേണം കേട്ടോ അല്ലെങ്കിൽ നിൻ്റെ സഹായം ഇവിടെ ആരാ തരണേ എനിക്കിവിടെ നിന്ന് ഒറ്റയ്ക്കൊക്കെ വരാൻ അറിയാം കേട്ടോ നീ ഒന്നും മിണ്ടൊന്നും വേണ്ട നീയും കൂടെ പോകണോ അത് ശരി അത് പിന്നെ വേദു ബ്രോയിന് ഒറ്റയ്ക്കൊക്കെ എനിക്ക് വരാൻ കഴിയില്ല വേദു ബ്രോയിന് പിരിഞ്ഞു നിൽക്കാനും അതും കഴിയില്ല ബെസ്റ്റ് അല്ല ഇത് രണ്ടും ഒന്നില്ലേ നീ ഇപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ആ മല കയറാൻ പോവുകയാണ് അപ്പം നിഹാദ് ബ്രോ അത് മുമ്പ് പോകണം നമുക്ക് അതിനെക്കാട്ടി മുമ്പ് പോകണം നമ്മളാവണം ഫസ്റ്റ് അവിടെ എത്താൻ നമുക്കിത് ഏകദേശം ഒരു വലിയ മലയാണ് എടാ പോവല്ലേ ഓക്കെ ഗൈസ് ലാസ്റ്റ് നമ്മളെ റൂബിക്കോൺ നമ്മളെവിടെ എത്തിച്ചു അടുത്ത അടിപൊളി സ്ഥലമാണല്ലോ അടിപൊളി സ്ഥലം അടുത്ത് കിടില സ്ഥലമാണല്ലോ നിഹാദ എങ്ങോട്ട് വാടാ ഇവിടെ അടിപൊളി സ്ഥലമുണ്ട് ഏതാ ഞാൻ എൻ്റെ ഗ്രാഫിക്സ് ഒന്ന് മുഴുവൻ ഇട്ടിട്ട് നോക്കട്ടെ അപ്പോഴായിരിക്കും ഇതിൻ്റെ ആ ഒരു ഫുള്ളെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയും ഇതെന്താ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ആണോ ആ ഗ്രാഫിക്സ് ഒന്ന് മുഴുവൻ ഇടട്ടെ എടുത്ത് എന്താ തീരെ അങ്ങോട്ട് ആക്കിയിട്ടും ആവണില്ല ഇതൊന്നും വേണ്ട എന്നാലും ആക്കിക്കാം ഓക്കെ ഇനി ഞാനൊന്ന് നോക്കട്ടെ എടാ മോനെ കിടിലട്ടെ എനിക്കിഷ്ടമായി എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ നല്ലോണം ഇഷ്ടമായി നല്ലൊരു വൈബ് ഗൈസ് ഏതാ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നോക്കണം അയ്യോ ഞാതാ പോണി എടാ ഞാൻ പോയി ഗൈസ് ഇതൊക്കെ ഞാൻ സ്ലൈഡ് ചെയ്ത് പോകണ കണ്ടില്ലേ എന്ത് ചെയ്യാനാ അല്ല ഓനെവിടെ ഇതിൻ്റെ മുകളിലൊന്ന് ചിരിക്കുകയല്ലേ പട്ടി സുഖല്ലേ വേദു ബ്രോ സുഖം അവിടെ പോയി വീണതാരും കണ്ടില്ല നിന്നെ ഞാൻ കാണിച്ചടാ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഞാൻ ഉന്തിയിടും അത് ഉറപ്പാ എടാ നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കും എൻ്റെ മുമ്പിൽ നിൽക്കും ഒരു അടിപൊളി വൈബ് കാണിച്ചു തരാം നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് നോക്കിക്കോ അയ്യോ എടാ ഞാൻ പോയി അയ്യോ ഞാൻ പോയടാ എന്തുവാണടാ അവനെന്താന്ന് വിചാരിച്ച് ഇപ്പം ഞാനാ പോയത് നീ ചിരിക്കടാ നീ ചിരിക്കും പോടാ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു ഫുള്ള് ബോറാവട്ടെ ഗൈസ് ഇവിടെ തന്നെ ഇരുന്നിട്ടൊരു അത്രയ്ക്ക് വൈബ് പിന്നെ പോവും നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും മാറാം ഇതെന്താ ഹൈറ്റ് കൂടിയോ എന്താ ഓക്കെ ഞാൻ ഗ്രാഫിക്സ് പഴയത് മരാക്കട്ടെ അല്ലെങ്കിൽ ലാഗ് അടിച്ച് നിന്ന് ഞാനൊരു വഴിയാവും ഓക്കെ ഗൈസ് അപ്പോൾ ഇനി നമ്മൾ വണ്ടി എടുത്ത് വേറെ സ്ഥലത്തിലേക്ക് പോകണം അപ്പോൾ ഇനിയിപ്പോൾ നല്ല സ്ഥലം എവിടെയാണ് ഇതിപ്പോൾ ഇവിടെ നല്ല സ്ഥലം ഗൈസ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നല്ലോണം ലെങ്തായെന്നാണ് കുറേ ലെങ്തായി തോന്നുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് വീട് നമുക്കൊന്ന് നിർത്തണം അല്ല ഗൈസ് വീഡിയോ അത് എനിക്ക് ഇടയ്ക്കൊക്കെ എന്താ ഗൈസ് തെറ്റിപ്പോണ്ട് ഒന്ന് ക്ഷമിക്കുക കേട്ടോ അവനും ചാടി എന്നാൽ ഞാനും ചാടും അവനത് കറക്റ്റ് അവിടെ പോയി വീണ് ഞാൻ കുഴി പോയടാ ഗൈസ് ഒരുത്തിന് ആ മല കയറാൻ വേണ്ടി നല്ല പാടുപെടുന്നുണ്ട് നമുക്ക് അവനൊന്ന് കയറി കാണിച്ച് കൊടുത്തേക്കാം
നമ്മളെ റൂബിക്കോണിൻ്റെ അവിടെ ഒന്നും ഈ താറൊന്നും എത്താൻ പോണില്ല. ഇത്രയല്ലോ അവൻ്റെ താറിപ്പോൾ എത്തിയതാണ്. അവൻ്റെ താറ് എത്താൻ പോണില്ല. അവൻ്റെ താറ് ഇനി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇത് അങ്ങനെ നോക്കിക്കണേ. കണ്ടില്ലേ, ചെക്കന് പേടിച്ച് ബാക്ക് എടുത്ത് പോകണുണ്ടല്ലേ. എടാ നോക്കിയിട്ട് കാര്യമില്ലടാ, വണ്ടി കയറൂല. കണ്ടില്ലേ എന്തിനാ വെറുതെ നോക്കണേ, കാര്യമില്ല, കയറൂല. ഓക്കെ ഗൈസ്, അങ്ങനെ ചെക്കൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തുകൊണ്ട് ആ വീഡിയോ കട്ട് ചെയ്തെന്നല്ലേ, ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത്താണ്. അപ്പോൾ ഈ ഒരു ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ബൈ.